പഴയ നിയമത്തിലെ സാംസനെ കുറിച്ച് പറയുന്ന ഒരു കഥയുണ്ട്. സാംസന് വലിയ കൃപയും അഭിഷേകവും കൊടുത്തു. എന്നാൽ ഈ സാംസൺ ദലീല എന്ന് പറഞ്ഞ സ്ത്രീയെ സ്നേഹിച്ചു. സാംസനോട് ചോദിച്ചു, സാംസ, നിന്റെ ശക്തിയെല്ലാം എവിടെയാണ് ഇരിക്കുന്നത്? പതിനാറാമത്തെ അധ്യായം 4-ാമത്തെ തിരുവചനം. അതിനുശേഷം സോറായിക്ക് താഴ്വരയിലുള്ള ദലീല എന്ന സ്ത്രീയെ അവൻ സ്നേഹിച്ചു. ഫിലിസ്ത്യരുടെ നേതാക്കന്മാർ അവളുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, സാംസനെ നീ വശീകരിക്കണം, അവന്റെ ശക്തി എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും അവനെ എങ്ങനെ കീഴടക്കി ബന്ധിക്കാമെന്നും മനസ്സിലാക്കണം. ഞങ്ങൾ ഓരോരുത്തരും നിനക്ക് 1100 വെള്ളി നാണയം തരാം. ദലീല സാംസനോട് പറഞ്ഞു, നിന്റെ ഈ വലിയ ശക്തിയെല്ലാം എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും നിന്നെ എങ്ങനെ ബന്ധിച്ച് കീഴടക്കാമെന്നും ദയവായി എന്നോട് പറയുക. ദലീല സാംസനെ സ്നേഹിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? താഴെ എഴുതിയിരിക്കുന്ന ഒരു വചനം ഇങ്ങനെയാണ്, ഞങ്ങൾ ഓരോരുത്തരും നിനക്ക് 1100 വെള്ളി നാണയം തരാം. സാംസനോട് ചിരിക്കുകയും സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്യുന്നത് 1100 വെള്ളി നാണയത്തിന് വേണ്ടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ മുമ്പിൽ ചിരിക്കുകയും കളിക്കുകയും സംസാരിക്കുകയും ചെയ്ത് നമ്മളെ പാപത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന പലരും ഈ ദലീലയുടെ കൂട്ടാണ്. അവർ പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളുണ്ട്. സാംസൺ മറുപടി പറഞ്ഞു, ഉണങ്ങാത്ത പുതിയ 7 ഞാട് കൊണ്ട് ബന്ധിച്ചാൽ എന്റെ ശക്തി കുറഞ്ഞ് ഞാൻ മറ്റു മനുഷ്യരെ പോലെ ആയിത്തീരും. അപ്പോൾ ഫിലിസ്ത്യ പ്രഭുക്കന്മാർ ഉണങ്ങാത്ത പുതിയ 7 ഞാൺ കൊണ്ടുവന്നു. ദലീല അവ കൊണ്ട് അവനെ ബന്ധിച്ചു. ഉൾമുറിയിൽ അവൾ ആളുകളെ പതിയിരുത്തിയിരുന്നു. അതിനുശേഷം അവൾ അവനോട് പറഞ്ഞു, സാംസൺ, ഇതാ ഫിലിസ്ത്യർ നിന്നെ വളഞ്ഞിരിക്കുന്നു. എന്നാൽ അഗ്നി ചണനൂലിനെ എന്ന പോലെ അവൻ ഞാണുകൾ പൊട്ടിച്ചു കളഞ്ഞു. അവന്റെ ശക്തിയുടെ രഹസ്യം പുറത്തായില്ല. സാംസന്റെ കഴിവുകൊണ്ടാണോ രക്ഷപ്പെട്ടത്, അതോ ദൈവം രക്ഷപ്പെടുത്തിയതാണ്? സാംസന്റെ കഴിവുകൊണ്ടാണോ ദൈവം രക്ഷപ്പെടുത്തിയതാണ്? ദൈവം രക്ഷപ്പെടുത്തിയതാണ്. ജീവിതത്തില് പല വീഴ്ചകളും ഉണ്ടാകാറുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ കഴിവുകൊണ്ട് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. എല്ലാം ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുത്താതിരുന്നില്ല, ദൈവം നിന്നെ രക്ഷപ്പെടുത്തിയതായിരിക്കും. ഹല്ലേലൂയ, ഇത് പറഞ്ഞ ഹല്ലേലൂയ. നമ്മുടെ കഴിവ് കൊണ്ട്, പണം കൊണ്ട്, സ്വാധീനം കൊണ്ട് എല്ലാം രക്ഷപ്പെടണമെന്നൊന്നുമില്ല. ആ സമയം ദൈവം നിന്നോട് കരുണ കാണിക്കുന്നതാണ് നിന്നെ രക്ഷപ്പെടുത്തിയത്. ദലീല സാംസനോട് പറഞ്ഞു, നീ എന്നെ കബളിപ്പിച്ചു, എന്നോട് നുണ പറഞ്ഞു, എങ്ങനെ നിന്നെ ബന്ധിക്കാമെന്ന് എന്നോട് പറയുക. അവൻ പറഞ്ഞു, ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ കയറ് കൊണ്ട് ബന്ധിച്ചാൽ ഞാൻ ദുർബലനായി മറ്റാരെയും പോലെയാകും. അപ്പോൾ ദലീല പുതിയ കയറ് കൊണ്ട് അവനെ കെട്ടി. അവനോട് പറഞ്ഞു, സാംസൺ, ഇതാ ഫിലിസ്ത്യർ വരുന്നു. പതിയിരുന്നവർ അകത്തെ ഒരു ഉൾമുറിയിലായിരുന്നു. കെട്ടിയിരുന്ന കയർ നൂല് പോലെ അവൻ പൊട്ടിച്ചു കളഞ്ഞു. ദലീല സാംസനോട് പറഞ്ഞു, ഇപ്പോഴും നീ എന്നെ കബളിപ്പിച്ചിരിക്കുന്നു, എന്നോട് നീ കളവ് പറഞ്ഞു, നിന്നെ എങ്ങനെ ഇങ്ങനെ അസഹ്യപ്പെടുത്തുന്നതാണ് പല പ്രാവശ്യം ഇവിടെ പറയുന്നതിന്റെ കാരണം എന്താണ്? അവള് പ്രതീക്ഷിച്ചിരിക്കുന്ന 1100 നാണയം. ഹല്ലേലൂയ. അവസാനം ഇങ്ങനെ എഴുതിയിരിക്കുന്ന ഒരു വചനമുണ്ട്, നിന്റെ അജയ്യ അവൾ അവനോട് പറഞ്ഞു, നിന്റെ ഹൃദയം എന്നോട് കൂടെ ഇല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്ക് എങ്ങനെ പറയാൻ കഴിയും? നിനക്ക് നീ എന്നെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നെങ്കിൽ, ഹൃദയം തുറന്നാണ് സ്നേഹിക്കുന്നെങ്കിൽ നീ എല്ലാ രഹസ്യങ്ങളും പറയും. ഹല്ലേലൂയ. ഹൃദയം തുറന്ന് സ്നേഹിക്കുന്നതിന്റെ ഭാഗമായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരും, ഏട്ടനെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, ചേച്ചിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, സഹോദരനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, ഞാൻ ജീവിക്കുന്നത് ചേട്ടന് വേണ്ടിയാണ്. ഈ 3 പ്രാവശ്യവും നീ എന്നെ അവഹേളിച്ചിരിക്കുന്നു. നിന്റെ അജയ്യ ശക്തി എവിടെ കുടികൊള്ളുന്നുവെന്ന് നീ എന്നോട് പറഞ്ഞിട്ടുമില്ല. അവൾ ഇങ്ങനെ ദിവസം തോറും നിർബന്ധിച്ചു, ഓരോ ദിവസവും നിർബന്ധിച്ചു. ആ അലട്ടൽ മരണത്തിന് തുല്യമായി. അവൻ തന്റെ രഹസ്യം മുഴുവൻ തുറന്നു പറഞ്ഞു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സാംസൺ മുഴുവൻ കാര്യവും വെളിപ്പെടുത്തി കൊടുക്കാൻ കാരണം എന്താ? ഇവളിങ്ങനെ നിർബന്ധിച്ചോടി. ഇവളോട് നോ പറയാൻ പറ്റിയല്ല, അല്ലെ? ഇവളോട് നോ പറയാൻ പറ്റുമോ? പറ്റിയല്ല. ചില കാര്യങ്ങൾക്ക് നമ്മളോട് നമുക്ക് നോ പറയാൻ പറ്റിയല്ല. അന്ന് ഞാൻ പറഞ്ഞ വിശ്വസ്തത. ചില ബന്ധങ്ങൾ ഉപേക്ഷിക്കാൻ പറ്റിയല്ല. ചില കാര്യങ്ങൾ അവർ പറഞ്ഞാൽ നമ്മൾ ചെയ്തു കൊടുക്കും. കാരണം നമ്മൾ വില കൊടുത്തിരിക്കുന്നത് ചില വ്യക്തികൾക്കാണ്. ഹല്ലേലൂയ,
ഹല്ലേലൂയ. അങ്ങനെ അവസാനം സകല രഹസ്യങ്ങളും വെളിപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞപ്പോൾ എഴുതിയിരിക്കുന്നതാണ്, കർത്താവിന്റെ ആത്മാവ് സാംസനെ വിട്ടുപോയി. പിന്നെ ദൈവത്തിന് സാംസനെ രക്ഷിക്കാൻ പറ്റും? നിന്നെ ദൈവത്തിന് രക്ഷിക്കാൻ പറ്റാത്തൊരു സമയമുണ്ട്. ഹല്ലേലൂയ. നിനക്ക് ദൈവത്തെക്കാളും ഉപരിയായിട്ട് പലതും മാറി ദൈവത്തെ മറന്ന് അതിനെ നീ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നശിക്കുവാണെന്നും തകരുവാണെന്നും ദൈവം പല പ്രാവശ്യം മുന്നറിയിപ്പ് നൽകിയിട്ടും പല പ്രാവശ്യം നിന്നെ രക്ഷപ്പെടുത്താൻ ആഗ്രഹിച്ചിട്ടും പല പ്രശ്നങ്ങളിൽ നിന്നെ മോചിപ്പിച്ചിട്ടും പല പ്രതിസന്ധികളിൽ നിന്നെ തിരിച്ചു കൊണ്ടുവന്നിട്ടും നിനക്ക് വീണ്ടും പാപം മതി എന്ന് പറഞ്ഞ് ദൈവത്തെ പൂർണ്ണമായിട്ട് തള്ളിക്കഴഞ്ഞ എന്നെ കർത്താവ് രക്ഷിക്കാൻ പറ്റിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പറയുന്നത് ദൈവം നമ്മളെ രക്ഷിക്കാത്ത ഒരു സമയമുണ്ട്. ദൈവത്തിന് നമ്മളെ രക്ഷപ്പെടുത്താൻ പറ്റാത്ത വിധം നിസ്സഹായമായിരിക്കുന്ന ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. കാരണം ദലീലയുടെ ആ വശീകരണ ശക്തി സാംസൺ പൂർണ്ണമായിട്ട് കീഴടക്കി. ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിക്കാതെ പാപത്തോട് സംസാരിച്ചു കഴിഞ്ഞാൽ അവസാനം ഇത് തന്നെയാണ്. പ്രാർത്ഥിക്കാനും ഉപസാരിക്കുവാനും ദൈവത്തിൽ ആശ്രയിക്കുവാനുമുള്ള അവസരങ്ങളെല്ലാം മാറ്റിവെച്ച് വേറെ ഏതെങ്കിലും കാര്യങ്ങളുടെ പിന്നാലെ പുറകെ പോയി കഴിഞ്ഞാൽ അവസാനം ഇത് തന്നെയാണ്. ഹല്ലേലൂയ. രക്ഷപ്പെടാൻ അവസരം നൽകിയിട്ടും സ്വയം നശിക്കാനായിട്ട് ശ്രമിക്കുന്നവരുണ്ട്. മൂന്നാമത്തെ മേഖലയാണ് ഈ ലോക സന്തോഷങ്ങൾക്ക് സ്വയം സമർപ്പിക്കുന്നവർ. ജീവിക്കുന്നത് സുഖിക്കാൻ വേണ്ടി മാത്രം, പാപത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മൾ ഈ മേഖല നിർത്തി പറഞ്ഞു, അതായത് ഈ മൂന്ന് മേഖലകൾ, ഒന്ന് ദൈവത്തെ തിരിച്ചറിഞ്ഞിട്ടും പാപത്തെ സ്വന്തമാക്കി ജീവിക്കുക, രക്ഷപ്പെടാൻ ദൈവം അവസരം ഒരുക്കിയിട്ടും പാപത്തിൽ തന്നെ നിൽക്കുക, മൂന്നാമത്തത് ഈ ലോക സന്തോഷങ്ങൾക്ക് സ്വയം സമർപ്പിക്കുക. ഇങ്ങനെ ഒരു മേഖലകളുണ്ട്. കർത്താവ് എനിക്ക് വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിച്ച് കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപക്ഷെ ചാരം മൂടിക്കിടക്കുന്ന അവസ്ഥയിലുള്ള കനലുകളും കണ്ടു കഴിഞ്ഞാൽ അത് ചാരമാണെന്ന് വിചാരിക്കും. എന്നാലത് ഊതിക്കഴിയുമ്പോൾ കത്താൻ തുടങ്ങും. ഇതുപോലെയാണ് കെട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസത്തിന്റെ മേല് ദൈവത്തിന്റെ ശക്തി ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ജ്വലിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. അതല്ല, മങ്ങിക്കൊണ്ട് എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരല്ലേ രണ്ടുപേരും? മങ്ങിക്കൊണ്ടല്ലേ പോയത്? മാനവതനരായി മങ്ങിക്കൊണ്ട് കത്തി തീരാറായിരിക്കുന്നവർ ചാരമാണ്. അങ്ങനെ ഇരിക്കുന്നവരോട് കർത്താവ് വചനം പറഞ്ഞിരിക്കുമ്പോൾ എന്തായി? ഊതി അവരുടെ ഹൃദയം ജ്വലിച്ചു. ഹല്ലേലൂയ. പിന്നെ അവര് ചെയ്തത് എന്താണ്? എത്തേണ്ട ഗ്രാമത്തോട് അടുത്ത് കഴിഞ്ഞു. ഗ്രാമത്തിന്റെ അടുത്തെത്തി. അവർക്ക് ഗ്രാമത്തിലേക്ക് പോകണ്ട, അങ്ങോട്ട് പോയാൽ മതി, ജെറുസലേമിലേക്ക് പോയാൽ മതി. ഹല്ലേലൂയ. തീരുമാനം എടുക്കാൻ കാരണം ഉള്ളിൽ ജ്വലിച്ചിരിക്കുന്ന തീയാണ്. ഉള്ളിൽ ആത്മാവ് ജ്വലിക്കുമ്പോൾ എടുക്കുന്ന തീരുമാനമുണ്ട്, ഉള്ളിൽ പാപം നിറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എടുക്കുന്ന തീരുമാനമുണ്ട്. ഇത് രണ്ടാണ്. ഹല്ലേലൂയ. പാപം നിറഞ്ഞു കഴിയുമ്പോൾ എടുക്കുന്ന തീരുമാനം നിന്നെ പിശാചിനെ കീഴ്പ്പെടുത്താനുള്ള തീരുമാനമാണ്. ഉള്ളിൽ ആത്മാവ് ജ്വലിച്ചു കഴിയുമ്പോൾ നീ എടുക്കുന്ന തീരുമാനം നിന്നെ സ്വർഗത്തിന് സ്വന്തമാക്കാനുള്ള തീരുമാനമാണ്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലെ ആത്മാവിനെ ജ്വലിപ്പിക്കുക. പൗലോസ് തിമോത്തിയോസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 2 തിമോത്തിയോസ് 1:6 എന്റെ കൈവപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവകൃപ ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കൈവപ്പിലൂടെ ലഭിച്ച കൃപ ജ്വലിപ്പിക്കണം, ആത്മാവിനെ ജ്വലിപ്പിക്കണം, അഭിഷേകത്തെ ജ്വലിപ്പിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ കത്തി ചാരമായ അവസ്ഥയിലേക്കാണ് ഇവിടെ വന്നതെങ്കിൽ തിരിച്ചു പോകുന്നത് കത്തി പിടിച്ചിട്ടായിരിക്കും. ഹല്ലേലൂയ. എമ്മാവൂസിൽ നിന്ന് ശിഷ്യന്മാര് പുറത്തേക്ക് ഇറങ്ങിയതുപോലെ സന്തോഷത്തോടും ആനന്ദത്തോടു കൂടി ഭവനങ്ങളിലേക്ക് തിരിച്ചു പോകണം. കാരണം പ്രത്യാശയുടെ വചനം നിങ്ങളെ നയിക്കണം. ഹല്ലേലൂയ. നമ്മൾ ആദ്യം തൊട്ട് കേട്ട അനുഭവങ്ങൾ ധ്യാനിക്കുമ്പോൾ പലരുടെയും ആത്മീയ തകർച്ചയുടെ കാരണം നമ്മൾ തിരിച്ചറിയണം. സ്വന്തം തകർച്ചയും വീഴ്ചയും മനസ്സിലാക്കാതെ പോവുക. ആ സാർദീസിലെ സഭയുടെ പ്രത്യേകത എന്താണ്? സാർദീസിലെ സഭ
ബാഹ്യമായ കാര്യങ്ങളിലാണ് പരിശോധിച്ചത്. ഹല്ലേലൂയ. പറഞ്ഞ ഹല്ലേലൂയ. ശ്രദ്ധിക്കുന്നത് എന്താണ്? നോക്കുന്നത് ഒരാൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവന്റെ കയ്യിൽ എന്തൊക്കെയാണുള്ളത്? അവന് വീടുണ്ട്, മക്കൾ വിദേശത്ത്, നല്ല നല്ല സാമ്പത്തിക ഉയർന്ന ചുറ്റുപാട്. ഇതാണ് രക്ഷയായിട്ട് ഇന്ന് ലോകം കാണിച്ചു തരുന്നത്. സാർദീസിലെ സഭയോട് കർത്താവിന്റെ ശിഷ്യനായിരിക്കുന്ന യോഹന്നാൻ പറയുന്നത്, നീ നിന്റെ ആത്മീയ സ്ഥിതിയെ ഒന്ന് പരിശോധിക്കും. നിന്റെ ഉള്ളിൽ തീഷ്ണതയും ദൈവിക ദാഹവും പ്രാർത്ഥനയും ഉണ്ട് എങ്കിൽ നീ ശക്തനാണ്. ഹല്ലേലൂയ. നീ രക്ഷപ്പെട്ടു. നിന്റെ ഉള്ളിൽ ആത്മീയ തീഷ്ണതയുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. നിന്റെ ഉള്ളിലെ രഹസ്യത്തിന്റെ ആത്മീയ ജീവിതം പെർഫെക്റ്റ് ആണെങ്കിൽ നിന്നെ ദൈവം രക്ഷപ്പെടുത്തിയിരിക്കും. ഹല്ലേലൂയ. ആദ്യം ആത്മശോധന ചെയ്യണം. എന്റെ ആത്മീയ സ്ഥിതി എന്താണ്? ഭൗതിക സ്ഥിതി അല്ല, ആത്മീയ സ്ഥിതി എന്താണ്? എന്റെ പ്രാർത്ഥനാ ജീവിതം, ദൈവമായിട്ടുള്ള ബന്ധം, വിശ്വാസ ജീവിതം, ഇത് ആത്മശോധന ചെയ്യണം. ആ സഭയുടെ പ്രത്യേകത അത് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവരാശ്രയിച്ചിരുന്നത് അവരുടെ ശക്തിയിലാണ്, അവരുടെ പണത്തിലാണ്, അവരുടെ കോട്ടമേലുള്ള സുരക്ഷിതത്തിലാണ്. എന്നാൽ വചനം ഓർമ്മിപ്പിക്കുകയാണ്, കർത്താവിൽ ആശ്രയിക്കുന്നവൻ ശക്തി പ്രാപിക്കും. ഹല്ലേലൂയ. പാറപ്പുറത്ത് ഭവനം പണിത വിവേകമതിയായ മനുഷ്യന്റെ പ്രത്യേകത, അവൻ വചനമനുസരിച്ച് ജീവിക്കുന്നവനാണ്, പ്രമാണം അനുസരിച്ച് ജീവിക്കുന്നവനാണ്, നിത്യജീവിതത്തിന് വില കൊടുത്ത് ജീവിക്കുന്നവരാണ്. ഹല്ലേലൂയ. ഞാനും നിങ്ങളും പാറപ്പുറത്ത് ഭവനം പണിത ഒരു വ്യക്തിയായി തീരുന്നത് വചനമനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ. വചനത്തിൽ എന്ത് വായിക്കുന്നു എപ്പോഴും കാണുന്നുണ്ട്. നീ എന്ത് കാണുന്നു? വചനത്തിൽ എന്ത് വായിക്കുന്നു? ഈശോ ധനികനായ മനുഷ്യൻ അനുഗമിക്കാനായിട്ട് ആഗ്രഹിച്ച് വരുമ്പോൾ ചോദിക്കുന്നത് എന്താണ്? അതായത് നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഈ വചനത്തിൽ എന്ത് വായിക്കും? വചനം അനുസരിച്ച് ജീവിക്കുക. രണ്ടാമത്തത് പ്രമാണം അനുസരിക്കുക. മൂന്നാമത് നിത്യജീവിതത്തിന്റെ പ്രത്യാശ ഉണ്ടായിരിക്കുക. ഇങ്ങനെയുള്ള ഒരു വ്യക്തി പാറമേൽ അടിസ്ഥാനമിട്ട വ്യക്തിയാണ്. അവന് പണമില്ലെങ്കിലും ജീവിക്കും, സഹനം ഉണ്ടെങ്കിലും ജീവിക്കും, എത്ര പ്രതിസന്ധികൾ ഉണ്ടായാലും ജീവിക്കും, എത്ര ഞെരുക്കുകൾ ഉണ്ടായാലും ജീവിക്കും. അങ്ങനെ ജീവിക്കണമെങ്കിൽ ഞാൻ പാറമേൽ അടിസ്ഥാനമിട്ട വ്യക്തിയായിരിക്കണം. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമത് പറയാണ്, ഈ സഭയോട്, ആസന്ന മരണരായിരിക്കുന്ന ഈ സഭയോട് പറയാണ്, നിങ്ങൾക്ക് ആ കേട്ടത് അനുസ്മരിക്കുക. ആദ്യകാലങ്ങളിൽ കേട്ട വചനത്തെ അനുസ്മരിക്കുക. ആദ്യകാലത്തെ തീഷ്ണതയെ നീ അനുസ്മരിക്കുക. ഇങ്ങനെ അനുസ്മരിച്ചു കഴിഞ്ഞാൽ നീ ഇന്ന് ദൈവത്തിന് അകന്നുപോയി തിരിച്ചു വരണം എന്നുള്ള ബോധ്യം നിനക്കുണ്ടാകും. രണ്ടാമത്തത് വിശ്വാസം നീ കാത്തു സൂക്ഷിക്കുക. മൂന്നാമത്തത് മനസ്സ് തിരിയുക. ഹല്ലേലൂയ. തിരിച്ചു വരണമെങ്കിൽ, ശക്തി പ്രാപിക്കണമെങ്കിൽ, രക്ഷപ്പെടണമെങ്കിൽ നിനക്ക് ആദ്യം ഉണ്ടായിരുന്ന തീഷ്ണത നീ വർദ്ധിപ്പിക്കണം, ജ്വലിപ്പിക്കണം. ആദ്യം ഉണ്ടായിരുന്ന ആ വിശ്വാസമൊക്കെ നീ തിരികെ കൊണ്ടുവരണം. രണ്ടാമത് നിന്റെ വിശ്വാസം നീ കാത്തു സൂക്ഷിക്കണം. മൂന്നാമത്തത് മനസ്സ് തിരിയണം. ഹല്ലേലൂയ. ശരി പറഞ്ഞ് ഹല്ലേലൂയ. ഇല്ലെങ്കിൽ കണക്ക് കൊടുക്കേണ്ടി വരും. വിശ്വസ്തത നേരത്തെ പറഞ്ഞു. മാതാപിതാക്കന്മാർക്ക് മക്കളോടും, ഭാര്യ ഭർത്താക്കന്മാർക്ക് ജീവിത പങ്കാളിയോടും, സഭാധികാരികൾക്ക്, വൈദികർക്കാണെങ്കിലും സമർപ്പിതരാണെങ്കിലും ആർക്കാണെങ്കിലും അവരിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിശ്വസ്തതയുണ്ട്. ആ വിശ്വസ്തത നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ പിശാച് കീഴടക്കുന്ന വ്യക്തികളുണ്ട്. പിശാചിനെ കുറിച്ച് പുസ്തകം എഴുതി അതിനെക്കുറിച്ച് ഡോക്ടറേറ്റ് എടുത്ത ആള് അവസാനം നശിച്ചുപോയി, സഭ ഉപേക്ഷിച്ചു പോയി. സ്ഥിതി എന്തായിരിക്കും? ഒരു പുസ്തകം ഉണ്ട് എൻ്റെ കയ്യില്, അയാളുടെ ആ അച്ഛനായിരുന്ന സമയത്തുള്ള പിശാചിനെ കുറിച്ച് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പിശാചിനെ കുറിച്ച് ഡോക്ടറേറ്റ് ഉള്ളതാണ്. അങ്ങനെയുള്ള ആള് വീണുപോയി പിശാചിന്റെ. അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. ഹല്ലേലൂയ. വചനം അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ, പ്രമാണങ്ങൾ പാലിച്ചില്ലെങ്കിൽ, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഒരിക്കലും മുന്നോട്ട് പോകാനായിട്ട് പറ്റിയില്ല. ഹല്ലേലൂയ. ശരി പറഞ്ഞ ഹല്ലേലൂയ. ഈ അടുത്ത മേഖലയാണ് ഈ വസ്ത്രം മലിനമാകാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന, മാമോദീസായിലൂടെ ലഭിച്ചിരിക്കുന്ന വിശുദ്ധിയുടെ വസ്ത്രം. അതായത് വസ്ത്രം മലിനമാകാതിരിക്കുക, മാമോദീസായിലൂടെ ലഭിച്ചിരിക്കുന്ന വിശുദ്ധി കാത്തു സൂക്ഷിക്കുക. അങ്ങനെ കാത്തു സൂക്ഷിക്കുന്നവർക്ക് ദൈവം 3 കാര്യങ്ങൾ നൽകും. ഒന്നാമത്തത് വെള്ളവസ്ത്രം. വെള്ളവസ്ത്രം ധരിക്കുന്നവരെ കുറിച്ച് ധവളവസ്ത്രധാരികളാണ്, സ്വർഗത്തിൽ ഇടം കിട്ടും. അതിന്റെ അർത്ഥം അതാണ്. സ്വർഗത്തിൽ നമുക്ക് ദൈവത്തോടൊപ്പം പരദീസായ അംഗത്തെ ലഭിക്കും. രണ്ടാമത്തത് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവരുടെ പേര് മായ്ക്കപ്പെടുകയല്ല. മൂന്നാമതായിട്ട് വിശ്വസ്തത കാട്ടിയാൽ ദൈവം നിന്നോട് വിശ്വസ്തത കാട്ടും. ഹല്ലേലൂയ. വസ്ത്രം മലിനമാകാതിരിക്കുന്നവർക്ക് ദൈവം വെള്ളവസ്ത്രം നൽകും. ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവരുടെ പേര് വെട്ടാതിരിക്കും.
വിശ്വസ്തത കാട്ടിയാൽ ദൈവം നിന്നോട് വിശ്വസ്തത കാട്ടും. ഹല്ലേലൂയ. അടുത്തൊരു മേഖല പറയുന്നത് ഈ വീണു പോകുന്നവരെ കുറിച്ച് മരിയ വാഴ്ത്തോർത്ത പറയുന്നത് വിശ്വാസത്തിന്റെ ഉറപ്പ് നഷ്ടപ്പെടുത്തിയവര്, സ്നേഹം നഷ്ടപ്പെടുത്തിയവര്, ആത്മീയ ശക്തി നഷ്ടപ്പെടുത്തിയവര്, പരിശുദ്ധി നഷ്ടപ്പെടുത്തിയവര്, ലോകത്തിന്റെ ആകർഷണങ്ങളിൽ നിന്ന് അകൽച്ച നഷ്ടപ്പെടുത്തിയവര്, ഇങ്ങനെയുള്ളവര് വീണു പോകുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഏറ്റവും അവസാനമായിട്ട് ദൈവം ഒരു ആത്മാവിനെ തള്ളിക്കളയുന്ന ഒരു മേഖലയുണ്ട്. ഒന്നാമത് ദൈവത്തെ തിരിച്ചറിഞ്ഞിട്ടും പാപത്തെ സ്വന്തമാക്കി ജീവിക്കുക. രണ്ടാമത്തത് രക്ഷപ്പെടാൻ അവസരം നൽകിയിട്ടും സ്വയം നശിക്കാൻ ശ്രമിക്കുക. മൂന്നാമത്തത് ഈ ലോക സന്തോഷങ്ങൾക്ക് സ്വയം സമർപ്പിക്കുക. ഹല്ലേലൂയ. ഇത് പറഞ്ഞ ഹല്ലേലൂയ. അപ്പോ വളരെ എത്ര ഉയരത്തിലുള്ള ആ സാർദീസ് എന്ന് പറഞ്ഞ പട്ടണം ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ആ പട്ടണത്തെ ശത്രുക്കൾ കീഴടക്കി. കർത്താവ് വചനത്തിൽ പറയണം, നീ ഉണരുന്നില്ലെങ്കിൽ ഞാൻ കള്ളനെ പോലെ വരും. നമ്മുടെ ആത്മീയ ജീവിതത്തില് ഉണരണം, ശക്തി പ്രാപിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവേ, ഈ വചനങ്ങളുടെ അഭിഷേകത്തിന്റെ ശക്തിയാണ്. കർത്താവേ, പ്രത്യാശയോടുകൂടി ജീവിക്കുവാൻ, ദൈവത്തെ ആശ്രയിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി, ദൈവകൃപ നിറയുന്നതിന് വേണ്ടി